പുറപ്പാട് പുസ്തകം അധ്യായം 12. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവ് മിസ്രയീം ദേശത്തു വച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി സംവത്സരത്തിന്റെ എല്ലാ മാസങ്ങൾക്കും മുമ്പ് ഒന്നാമത്തെ മാസമായിരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സംഘം മുഴുവനോടുമായി പറഞ്ഞു, ഈ മാസം 10 ഓരോരുത്തരും തന്റെ ഭവനത്തിന് ഓരോ കുഞ്ഞാടിനെ, തന്റെ പിതൃഭവനത്തിൽ ഒരു കുഞ്ഞാടിനെ എടുക്കണം. ഭവനം തീരെ ചെറുതായിരുന്നാൽ അവനും അവന്റെ അടുത്ത വീട്ടിലെ അയൽക്കാരനും കൂടെ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഓരോരുവനും തിന്നാവുന്നത് തക്കവണ്ണവും ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുമായിരിക്കണം കുഞ്ഞാടുകളുടെ എണ്ണം. കുഞ്ഞാട് കുറ്റമറ്റതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. ചെമ്മരി ആടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ എടുക്കാം. ഈ മാസം 14 വരെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ മക്കളുടെ സംഘത്തിലെ ജനമെല്ലാം സൂര്യാസ്തമനത്തിങ്കൽ അതിനെ അറുക്കണം. അതിന്റെ രക്തത്തിൽ നിന്ന് അവർ എടുത്ത് അത് ഏത് വീട്ടിൽ വച്ച് അത് തിന്നുന്നുവോ അതിന്റെ 2 കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും വീടുകളിന്മേലും പുരട്ടണം. ഈ രാത്രിയിൽ ആ മാംസം തീയിൽ ചുട്ടെടുത്ത് അതും പത്തീറായും കയ്പും ചീര കൂട്ടി തിന്നണം. അതിൽ നിന്ന് പച്ചയായോ വെള്ളത്തിൽ പാകം ചെയ്തോ തിന്നരുത്. എന്നാലോ തലയും കാലുകളും ആന്തരാവയവങ്ങളും ആയി തീയിൽ ചുട്ടു തിന്നണം. അതിൽ നിന്ന് രാവിലത്തേക്ക് ബാക്കി വച്ചേക്കരുത്. രാവിലത്തേക്ക് വല്ലതും അധികമുണ്ടെങ്കിൽ അത് തീയിൽ ദഹിപ്പിച്ച് കളയണം. അത് തിന്നുന്നത് ഇപ്രകാരം ആയിരിക്കണം: നിങ്ങളുടെ അരകെട്ടിയും കാലുകളിൽ ചെരുപ്പ് ഇട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് ധൃതിയിൽ അത് തിന്നണം. എന്തെന്നാൽ അത് കർത്താവിനുള്ള പെസഹ ആകുന്നു. ഈ രാത്രി ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്നുപോയി മനുഷ്യർ മുതൽ മൃഗങ്ങൾ വരെയുള്ള സകല കടിഞ്ഞൂലുകളെയും സംഹരിക്കുകയും കർത്താവായ ഞാൻ മിസ്രയീമ്യരുടെ സകല ദേവന്മാരുടെയും മേൽ ന്യായവിധി നടത്തുകയും ചെയ്യും. നിങ്ങൾ ഏത് ഭവനങ്ങളിലായിരിക്കുന്നുവോ ആ ഭവനത്തിന്മേൽ ഈ രക്തം അടയാളമായിരിക്കും. രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. മിസ്രയീം ദേശത്ത് ഞാൻ കൊല നടത്തുമ്പോൾ നാശകരമായ മരണം നിങ്ങളിൽ ഉണ്ടാകുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് അനുസ്മരണ ദിനം ആയിത്തീരണം. ഇത് കർത്താവിന് പെരുന്നാളായി ആചരിക്കണം. ഈ പെരുന്നാൾ നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ നിങ്ങൾ പത്തീറ തിന്നണം. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നുള്ള പുളിമാവ് നീക്കിക്കളയണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ നിങ്ങളുടെ ഭവനങ്ങളിൽ പുളിപ്പുള്ള അപ്പം തിന്നുന്ന വ്യക്തി ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിതനാകണം. 1-ാം ദിവസം നിങ്ങൾക്ക് നിശ്ചിതവും പരിശുദ്ധവും ആയിരിക്കണം. 7-ാം ദിവസവും നിങ്ങൾക്ക്
നിശ്ചിതവും പരിശുദ്ധവും ആയിരിക്കണം. ആ ദിവസങ്ങളിൽ ഒരു വേലയും ചെയ്യരുത്. മനുഷ്യന് ഭക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വേല മാത്രം അന്ന് ചെയ്യാം. പത്തീറ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം. എന്തെന്നാൽ ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ സൈന്യത്തെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചത്. നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള ചട്ടമായി ഈ ദിനം ആചരിക്കണം. ഒന്നാം മാസത്തിൽ മാസത്തിന്റെ 14-ാം ദിവസം സന്ധ്യയ്ക്ക് നിങ്ങൾ പത്തീറ തിന്നണം. മാസത്തിന്റെ 21-ാം ദിവസം സന്ധ്യ വരെ ഇതു തിന്നണം. വാസസ്ഥലങ്ങളിലെങ്ങും പുളിപ്പ് കാണരുത്. എന്തെന്നാൽ ആ ദിവസങ്ങളിൽ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കുന്നവൻ വിദേശിയായാലും സ്വദേശിയായിരുന്നാലും ആ വ്യക്തി ഇസ്രായേൽ സംഘത്തിൽ നിന്ന് മാറ്റപ്പെടണം. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എല്ലാവരും പുളിപ്പുള്ള അപ്പം തിന്നാതെ പത്തീറ ഭക്ഷിക്കണം. മോശ ഇസ്രായേൽ മക്കളുടെ എല്ലാ മൂപ്പന്മാരെയും വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് കുഞ്ഞാടിനെ എടുത്ത് പെസഹ അറുക്കണം. നിങ്ങൾ സോപ്പായുടെ ഒരു കെട്ട് എടുത്ത് രക്തത്തിൽ മുക്കി പാത്രത്തിലെ രക്തത്തിൽ നിന്ന് കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും പുരട്ടണം. പ്രഭാതം വരെ ഒരുവനും തന്റെ വീട്ടുവാതിലിനു പുറത്ത് ഇറങ്ങരുത്. മിസ്രൈന്യരെ ശിക്ഷിക്കുവാൻ കർത്താവ് കടന്നു പോകും. കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ കർത്താവ് ആ വാതിലുകളെ കടന്നു പോകും. നാശകൻ നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു നാശം ചെയ്യുവാൻ സമ്മതിക്കുകയുമില്ല. നിങ്ങളുടെ ഈ കാര്യം ആചരിക്കുകയും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇത് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കുകയും വേണം. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ കടക്കുമ്പോൾ ഈ ആചാരം പാലിക്കണം. ഈ ശുശ്രൂഷ എന്താകുന്നുവെന്ന് നിന്റെ മക്കൾ ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം, ഇത് കർത്താവിന്റെ പെസഹ എന്ന യാഗമാകുന്നു. മിസ്രൈം ദേശത്ത് വച്ച് കർത്താവ് മിസ്രൈന്യരെ ശിക്ഷിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളെ കടന്നു പോകുകയും നമ്മുടെ ഭവനങ്ങളെ വിടുവിക്കുകയും ചെയ്തു. മോശ ഇത് പറഞ്ഞപ്പോൾ ജനം മുട്ടുകുത്തി കർത്താവിനെ വന്ദിച്ചു. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിച്ചിരുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ അവർ ചെയ്തു. പാതിരാത്രി ആയപ്പോൾ മിസ്രൈം ദേശത്തെ സകല കടിഞ്ഞൂൽ പുത്രന്മാരെയും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ കടിഞ്ഞൂൽ പുത്രനെ മുതൽ തടവറയിൽ കിടന്ന അടിമയുടെ കടിഞ്ഞൂൽ പുത്രനെ വരെയും സകല മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും കർത്താവ് കൊന്നു. രാത്രി തന്നെ ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രൈന്യരും എഴുന്നേറ്റു. മിസ്രൈം ദേശത്ത് ഒരു മഹാവിലാപമുണ്ടായി. എന്നാൽ മരണം സംഭവിക്കാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല. ഫറവോൻ ആ രാത്രിയിൽ തന്നെ മോശയെയും അഹ്റോനെയും വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുവിൻ. നിങ്ങൾ പോയി നിങ്ങളുടെ കർത്താവ് നിങ്ങളോട് പറഞ്ഞതുപോലെ അവനെ സേവിപ്പിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും മാടുകളെയും കൂട്ടിക്കൊണ്ടു പോകുവിൻ. നിങ്ങൾ പോകുവിൻ, എന്നെയും അനുഗ്രഹിപ്പിൻ. ജനത്തെ ദേശത്തു നിന്ന് വേഗം പുറപ്പെടുവിക്കുവാൻ മിസ്രൈന്യർ അവരെ നിർബന്ധിച്ചു. ഞങ്ങളെല്ലാം മരിച്ചു പോകുന്നു എന്ന് അവർ പറഞ്ഞു. കുഴച്ച മാവ് പുളിക്കും മുമ്പേ അത് തൊട്ടികളോടുകൂടെ ജനം തുണിയിൽ
പൊതിഞ്ഞു കെട്ടി തങ്ങളുടെ തോളിലെടുത്തു. ഇസ്രായേൽ മക്കൾ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു. മെസ്രേയരോട് പൊന്നാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും വസ്ത്രങ്ങളും ആവശ്യപ്പെട്ടു. മെസ്രേയർക്ക് ജനത്തോട് കരുണ തോന്നുവാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് അവൻ ചോദിച്ചത് അവർ കൊടുത്തു. അങ്ങനെ അവർ മെസ്രേയരെ കൊള്ളയടിച്ചു. ഇസ്രായേൽ മക്കൾ കുട്ടികളെ കൂടാതെ 100,000 പുരുഷന്മാർ റയംസേസിൽ നിന്ന് സൂക്കോത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. വലിയ ഒരു സമ്മിശ്ര ജനസമൂഹവും വളരെയേറെ ആടുമാടുകളും കന്നുകാലികളും അവരോടൊപ്പം പുറപ്പെട്ടു. അവർ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കുഴച്ച മാവ് കൊണ്ട് പത്തീറ ഉണ്ടാക്കി. എന്തെന്നാൽ അത് പുളിച്ചിരുന്നില്ല. മിസ്രയീമ്യർ അവരെ തള്ളി പുറത്തു വിട്ടതിനാൽ വഴിയാഹാരം ഒരുക്കുവാനോ ഉണ്ടാക്കുവാനോ അവർക്ക് കഴിഞ്ഞതുമില്ല. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ പാർത്ത പരദേശവാസം 430 സംവത്സരം. 430 സംവത്സരങ്ങൾക്ക് ശേഷം ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവിന്റെ സൈന്യമെല്ലാം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുകയാണ് ഉണ്ടായത്. അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കുന്നതിന് കർത്താവ് കാത്തു സൂക്ഷിച്ചിരുന്ന രാത്രിയാകയാൽ ഇസ്രായേൽ മക്കൾ തലമുറകളായി ഈ രാത്രി കർത്താവിനായി ആചരിച്ചു വരുന്നു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, പെസഹായുടെ ചട്ടം ഇതാകുന്നു. അന്യന്മാർ ആരും അതിൽ നിന്ന് തിന്നരുത്. നീ ദ്രവ്യം കൊടുത്തു വാങ്ങിയ ദാസൻ പരിച്ഛേദന ഏറ്റ ശേഷം അതിൽ നിന്ന് തിന്നാം. വന്ന് പാർക്കുന്നവനും കൂലിക്കാരനും അതിൽ നിന്ന് തിന്നരുത്. ഒരു വീട്ടിൽ വച്ച് അത് ഭക്ഷിക്കണം. അതിൽ നിന്ന് അതിൻ്റെ മാംസത്തിൽ നിന്ന് ഒട്ടും വീടിന് പുറത്തു കൊണ്ടുപോകരുത്. അതിൻ്റെ അസ്ഥി തകർക്കരുത്. ഇസ്രായേൽ സംഘം മുഴുവൻ ഇത് ആചരിക്കണം. നിങ്ങളോടുകൂടി പാർക്കുന്ന ഒരു പരദേശി കർത്താവിന് പെസഹ ആചരിക്കണമെങ്കിൽ ആണുങ്ങളെല്ലാം പരിച്ഛേദന ഏൽക്കുകയും പിന്നീട് അടുത്തു വന്ന് ആചരിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അയാൾ ദേശത്ത് ഉള്ളവനെ പോലെയാകും. അഗ്രചർമ്മികളാരും അതിൽ നിന്ന് ഭക്ഷിച്ചുകൂടാ. അന്യനും നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്നവനും ചട്ടം ഒന്നു തന്നെ ആയിരിക്കണം. മോശയും അഹ്റോനും എപ്രകാരം കൽപ്പിച്ചുവോ അപ്രകാരം തന്നെ ഇസ്രായേൽ മക്കൾ ചെയ്തു. ഈ ദിവസത്തിൽ തന്നെ കർത്താവ് ഇസ്രായേൽ മക്കളെയും അവരുടെ സകല സൈന്യങ്ങളെയും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.